Section 6.5 Integrating Derivatives, Differentiation, Indefinite Integrals. Let f be a continuous function on the closed bounded interval ab. In integral u to v, divide the difference function of f equal to average value function of f of v minus average value function of f of u. Take a equal to u and b equal to v to arrive the following discrete formulation of the fundamental theorem of integral calculus, that is, integral a to b divided difference function of f equal to average value function of f of b minus average value function of f of a. അതായത് എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ എ ബി എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലിലുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എഫ്. ഈ ഇക്വേഷനിൽ നമ്മൾ യുന് പകരം എഴുതും വിക്ക് പകരം ബിയും കൊടുത്താൽ നമുക്ക് ആടെയുള്ള സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. Since f are continuous, the limit of RHS as h tends to 0 plus equal to f of b minus f of a. അതായത് എഫ് കണ്ടിന്യൂസ് ആണെന്നുള്ളത് നമുക്ക് തന്നിരിക്കണം. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ലിമിറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് കിട്ടും. We now show that f is absolutely continuous, then the limit of the LHS as h tends to 0 plus equal to integral a to b f dash. അതായത് now we have to show that അടുത്ത് നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? എഫ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് h tends to 0 പ്ലസ് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് ഇന്റഗ്രൽ a to b f dash ആണ്. ആൻഡ് thereby establish the fundamental theorem of integral calculus for the Lebesgue integral. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഫോർ ദ ലെബഗ് ഇന്റഗ്രൽ കിട്ടും. ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫ് എന്ന് പറയുന്നത് ഒരു ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്, ക്യാപിറ്റൽ എഫ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി പ്ലസ് സി ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ്, ക്യാപിറ്റൽ എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെങ്കിലാണ് ഇത് പറയുന്നത്. ഇഫ് എഫ് ഈസ് ലെബഗ് ഇന്റഗ്രബിൾ ഓൺ എ ബി, സ്മോൾ എഫ് എന്ന് പറയുന്നത് ലെബഗ് ഇന്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, ദെൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻഷ്യബിൾ ആൾമോസ്റ്റ് എവറിവെയർ ആണ്. ആൾസോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? സ്മോൾ എഫ് ഓഫ് എക്സ് കിട്ടും, അത് ആൾമോസ്റ്റ് എവറിവെയർ ആണ്. ആൻഡ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു തിയറമാണ്, തിയറം 10. Let the function f be absolutely continuous on the closed bounded interval ab, then f is differentiable almost everywhere on open interval ab. Its derivative f dash is integrable over closed interval ab, and integral a to b f dash equal to f of b minus f of a. അതായത് ഒരു ഫംഗ്ഷൻ എഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ് ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ എ ബി. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആൾമോസ്റ്റ് എവറിവെയർ ആണ്. അതേപോലെ അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇന്റഗ്രബിൾ ആണ് ഓവർ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറയാം. അതിന്റെ പ്രൂഫ് പറയുകയാണെങ്കിൽ we infer from the discrete formulation of fundamental theorem of integral calculus that limit n tends to infinity integral a to b divided difference function of f equal to f of b minus f of a. അതായത് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസിന്റെ ഡിസ്ക്രീറ്റ് ഫോർമുലേഷനിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഇക്വേഷൻ ആണ്, ലിമിറ്റ് n tends to infinity integral a to b divided difference function of f equal to f of b minus f of a എന്നുള്ളത്. Theorem 8 tell us that f is the difference of increasing function on closed interval ab, and therefore by the Lebesgue theorem is differentiable almost everywhere on open interval ab. Therefore by the divided difference function of f converges pointwise almost everywhere on open interval ab to f dash. And തിയറം 8 പറയുന്നത് എന്താ വെച്ചെങ്കിൽ എഫ് ഇസ് ദ ഡിഫറൻസ് ഓഫ് ഇൻക്രീസിങ് ഫംഗ്ഷൻസ്. അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് ഡിഫറൻസ് ഓഫ് ഇൻക്രീസിങ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആണ്. അവിടെ എന്തുണ്ടാകും? ഒരു ബൗണ്ടഡ് വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ ബൗണ്ടഡ് വേരിയേഷൻ വന്നാൽ ലെബഗ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? അതെന്താ ഫംഗ്ഷൻ എന്താണ്? ഡിഫറൻഷ്യബിൾ ആൾമോസ്റ്റ് എവറിവെയർ ഓൺ എ ബി ആണെന്ന് പറയാം.
ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത് ഡിഫറൻഷ്യബിൾ ആൾമോസ്റ്റ് എവരിവേർഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് പറയാം, therefore family of divided difference function converges point wise almost everywhere on open interval ab of f dash. On the other hand, according to theorem 9, the family of divided difference function f uniformly integrable over closed interval ab. അതായത് തിയറം 9 പറയണത് എന്താ വെച്ചെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷന്റെ ഫാമിലി എന്താണ്, യൂണിഫോംലി ഇന്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആയിരിക്കും. The Vitali convergence theorem permits the passage of limit under the integral sign in order to conclude that limit n tends to infinity integral a to b divided difference function of f equal to integral a to b limit n tends to infinity divided difference function of f equal to integral a to b f dash നമുക്ക് എഴുതാൻ കഴിയും. അതായത് വിറ്റാലി കൺവെർജൻസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്തുള്ളത് ലിമിറ്റ് n tends to infinity ഇന്റഗ്രൽ a to b ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷൻ ഓഫ് f എന്നുള്ളതാണ്. അതിന് നമുക്ക് ഇന്റഗ്രൽ a to b ലിമിറ്റ് n tends to infinity ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷൻ ഓഫ് f എന്നുള്ളത് അത് എഫ് ഡാഷിലേക്ക് കൺവെർജ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇന്റഗ്രൽ a to b f dash എന്ന് എഴുതാം. From 2 and 3 we will get integral a to b f dash equal to f of b minus f of a. ഇനി അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻ ദ സ്റ്റഡി ഓഫ് കാൽക്കുലസ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ആർ ഡിഫൈൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ റീമാൻ ഇന്റഗ്രൽ വി ഹിയർ കാൾ എ ഫംഗ്ഷൻ എഫ് ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ എ ബി the indefinite integral of g over closed interval ab provided g is Lebesgue integrable over closed interval ab and f of x equal to f of a plus integral a to x g ആണ് for all x belongs to closed interval ab. അതായത് കാൽക്കുലസിന്റെ സ്റ്റഡിയിൽ നമുക്ക് എന്താണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ഡിഫൈൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ റീമാൻ ഇന്റഗ്രൽ. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രല് ഡിഫൈൻ ചെയ്യുന്നത് റീമാൻ ഇന്റഗ്രലുമായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വി ഹിയർ കാൾ എ ഫംഗ്ഷൻ എഫ് ആണ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ എ ബി. അതായത് ഒരു ഫംഗ്ഷൻ എഫ് ആണ്, അത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ എ ബിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതിന്റെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓഫ് ജി ഓവർ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ജി എന്ന് പറയുന്നത് ഒരു ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി പ്രൊവൈഡഡ് ജി എന്ന് പറയുന്നത് എന്താണ്, ലെബെഗ് ഇന്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് ഇന്റഗ്രൽ എ ടു എക്സ് ജി ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്നാണ്. ഇനി നെക്സ്റ്റ് തിയറാണ് തിയറം 11. എ ഫംഗ്ഷൻ എഫ് ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ എ ബി ഈസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഓൺ എ ബി if and only if it is an indefinite over closed interval a b. തിയറം പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ എ ബിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെങ്കിൽ അതെന്താണ് ഇൻഡെഫിനിറ്റ് ഓവർ ആ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ അത് ഇൻഡെഫിനിറ്റ് ആയിരിക്കും. ഇനി ആ ഫംഗ്ഷൻ ഇൻഡെഫിനിറ്റ് ഓവർ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലാണെങ്കിൽ അത് എന്തായിരിക്കും, അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആയിരിക്കും. ഇതിന്റെ പ്രൂഫ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സപ്പോസ് എഫ് എന്താണ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്ന് എടുക്കുക. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻഡെഫിനിറ്റ് ആണ് എന്നും കൂടിയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ആദ്യം എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു സെമി ഓപ്പൺ ഇന്റർവൽ എ ബി എഫ് ഈസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഓവർ എ എക്സ് ക്ലോസ്ഡ് ഇന്റർവൽ എ എക്സ് ആണ്. ആൻഡ് ഹെൻസ് ബൈ ദ പ്രിസീഡിംഗ് തിയറം ഇൻ ദ കേസ് എ ബി ഈസ് റീപ്ലേസ്ഡ് ബൈ എ എക്സ് എന്നത്, അതായത് നമ്മൾ എ ബിനെ എന്താണ് എ എക്സ് ആക്കിയിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫണ്ടമെന്റൽ തിയറം വെച്ചിട്ട് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഡാഷ് എന്ന് എഴുതാം. അതായത് ബിക്ക് പകരം നമ്മൾ എക്സ് കൊടുത്താൽ നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഡാഷ് എന്ന് എഴുതാം. പ്ലസ് എഫ് എന്താണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് ആണ് ഓവർ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. അതായത് എഫ് നമ്മൾ എന്താണ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയത് എഫ് എന്താണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെന്ന് കൂടി കിട്ടി. അതായത് ഫസ്റ്റ് പാർട്ട് ശരിയായി. ഇനി ഇത് കോൺവേഴ്സ് പാർട്ട് തന്നത്. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് എഫ് ഈസ് ദ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ഓഫ് ജി. ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ് എന്ത് എഫ് നമ്മൾ എടുത്തത്. ഇനി നമുക്ക് ഇതെന്താണ് എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്നാണ് നമുക്ക് കിട്ടുന്നത്. Consider for a disjoint collection AK, BK, K equal to 1 to n of open intervals in open interval AB.
ഒരു സെറ്റ് ഓഫ് ഓപ്പൺ ഇന്റർവെലിന്റെ ഡിസ്ജോയിന്റ് കളക്ഷനെ കൺസിഡർ ചെയ്യുന്നത്. ലെറ്റ് ഇഫ് വി ഡിഫൈൻ ചെയ്യാണ് ഇ ഈക്വൽ ടു എന്താണ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n a k b k. Then by the monotonicity and additivity over domains properties of the integral. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രലിന് നമ്മൾ മോണോട്ടോണിസിറ്റിയും അഡിറ്റിവിറ്റി ഓവർ ഡൊമൈൻസിന്റെയും പ്രോപ്പർട്ടികൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക summation k equal to 1 to n mod f of bk minus f of ak equal to summation k equal to 1 to n mod integral ak bk g less than or equal to summation k equal to 1 to n integral ak bk mod g equal to നമുക്ക് കിട്ടുക integral over ഈ mod g ആണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ എടുക്കാനുള്ള കാരണം എന്താ വെച്ചെങ്കിൽ ഇന്റഗ്രൽ ഓഫ് എൻ ഇന്റഗ്രബിൾ ഫംഗ്ഷൻ എന്താണ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ് വിത്ത് റെസ്പെക്ട് ടു ദ മെഷർ. അതായത് മെഷറുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് മെഷറിന്റെ കേസിൽ ഇന്റഗ്രൽ ഓഫ് എ ഇന്റഗ്രബിൾ ഫംഗ്ഷൻ ഒരു ഇന്റഗ്രബിൾ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്നുള്ളൊരു ഇതുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇത് അവിടെ കൊടുത്തത്. എന്നിട്ട് epsilon greater than 0 since mod g is integrable over closed interval ab according to proposition 23 of chapter 4. അതായത് എന്താ വെച്ചെങ്കിൽ അത് പ്രോപ്പർട്ടി ഓഫ് ലെബക് ഇന്റഗ്രൽ ആണ്. ഫോർ an integrable function mod g for any epsilon greater than 0 there exists a delta greater than 0 such that integral over mod g less than epsilon whenever measure of e less than delta. അതാണ് ആ പ്രോപ്പർട്ടി പറയുന്നത്. ആ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. ഈ പ്രോപ്പർട്ടിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം എന്താ വെച്ചെങ്കിൽ ഒരു ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എടുത്താൽ അത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ് എന്നുള്ളതാണ് നമുക്ക് അതിന് കിട്ടുന്നത്. അത് വെച്ചിട്ടാണ് ഇവിടെ അടുത്തത് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഫോളോസ് ഫ്രം എ ദാറ്റ് ദി സെയിം ഡെൽറ്റ റെസ്പോണ്ട് ടു ദ epsilon challenge regarding to the criterion for f to be absolutely continuous on closed interval. അതായത് ആ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എടുത്താൽ അത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്നുള്ളത് നമുക്ക് കിട്ടും. നെക്സ്റ്റ് corollary, let the function f be monotone on the closed bounded interval ab, then f is absolutely continuous on closed interval ab if and only if integral a to b f dash equal to f of b minus f of a. അതായത് കൊറോളറി പറയണത് എന്താ വെച്ചെങ്കിൽ എഫ് എന്ന് പറയുന്നത് ഒരു മോണോട്ടോൺ ആയിട്ടുള്ള ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ എ ബിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. അതേപോലെ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. The proof എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയറം 10 is the assertion that equation 1 holds if f is absolutely continuous. അതായത് എഫ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ തിയറം 10 എന്ന് നമുക്ക് എന്താണ് ഈ സെയിം ഇന്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഫസ്റ്റ് പാർട്ട് പ്രൂവ് ആയി. അതായത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എന്നുള്ളത് നമുക്ക് തിയറം 10 എന്ന് കിട്ടും. if any monotonicity assumption അതായത് monotonically increasing ആണോ ഡിക്രീസിംഗ് ആണോ അതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും. ഇനി കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് എഫ് എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ആണ് and equation 1 holds ആണ്. പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എന്ന് എടുത്താൽ എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം എഫ് എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണെന്ന് എടുത്തു. അതേപോലെ ഇക്വേഷൻ 1 ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് എടുത്തു. Let x belongs to closed interval ab. By the additivity over domains of integration നമുക്ക് എങ്ങനെ എഴുതാം 0 equal to integral a to b f dash minus f of b minus f of a equal to ഈ a b എന്ന് പറയുന്ന ഇതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് a to x x to b ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്നത്. is equal to നമുക്ക് കിട്ടുന്നത് integral a to x f dash minus f of x minus f of a plus integral x to b f dash minus f of b minus f of x കിട്ടും. അക്കോർഡിംഗ് ടു കൊറോളറി ഫോർ എന്താ പറയണെന്ന് വെച്ചെങ്കിൽ ലെറ്റ് എഫ് എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ് ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ എ ബി ദെൻ എഫ് ഡാഷ് ഈസ് ഇന്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ നമുക്ക് എഴുതാം. നമ്മളടുത്ത് വേണ്ടുള്ളത് എന്താണ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഡാഷ് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഉണ്ട്. ഇന്റഗ്രൽ എക്സ് ടു ബി എഫ് ഡാഷ് മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എക്സ് ഉണ്ട്. അപ്പോൾ ഈ കൊറോളറി വെച്ച് നമുക്ക് എന്ത് എഴുതാം ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഡാഷ് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ്
a less than or equal to 0 എന്നും അതേപോലെ ഇന്റഗ്രൽ p to x f dash minus f of b minus f of x less than or equal to 0 എന്നുണ്ട്. If the sum of two non-negative number is 0, then they both are 0 ആയിരിക്കും. അതായത് രണ്ട് നോൺ നെഗറ്റീവ് നമ്പറിന്റെ സമ്മ് 0 ആണെങ്കിൽ അത് രണ്ടും എന്തായിരിക്കും, അതിന് നമ്മൾ സമ്മ് ചെയ്താലും 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഡാഷ് എന്നുണ്ട്. റിസൾട്ട് നമുക്ക് എന്താ അറിയാം, എഫ് ഇസ് ദ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ്. എഫ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഡാഷിന്റെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെന്ന് നമുക്ക് കിട്ടും. അതായത് പ്രിസിഡിയൻ തിയറത്തിൽ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്താണ് എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അതിന്റെ പ്രൂഫ്.